ഇന്നലെ നമ്മൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് എന്തായെന്നറിയോ, എൻ്റെ അവസ്ഥ ഏകദേശം ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്കക്കൂട്ടം കണ്ട പോലെ പോയി. ഫർണിച്ചർ വാങ്ങിയില്ല കേട്ടോ ഇന്നലെ. അപ്പോൾ നമ്മൾ ഡിസൈൻ പറയാം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ കുറച്ച് ഡിസൈൻ നോക്കി വെച്ചു. പക്ഷെ എനിക്ക് ഇനിയും കടകളിൽ കയറണം. അപ്പോൾ ഇന്ന് നമ്മൾ തന്നെയാണ് പോണത്. ഇന്ന് വിചാരിച്ചതൊക്കെ വാങ്ങിക്കുമെന്ന് വിചാരിക്കണം. ഇന്നലത്തെ പോലെ ആക്രാന്താവരുത് ഈശ്വരാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ വെറും കുലുക്കി സർബത്ത് നിർത്തിയില്ല കേട്ടോ. അവൽ മിൽക്കും മേടിച്ചു. കുറച്ച് നല്ല ചൂടാണ്, ഒട്ടും സഹിക്കാൻ വയ്യ. പിന്നെ ഇത് കണ്ടപ്പോൾ പൂർത്തിയായി. അടിപൊളിയാണ് കേട്ടോ. സർബത്തൊക്കെ കുടിച്ചു കഴിഞ്ഞു, ദാഹമൊക്കെ മാറി. ഇപ്പം നമുക്ക് പോവാം. അല്ലാതെ തേക്ക് അതുപോലെ തന്നെ ഫുള്ള് മാവിൽ ചേർന്ന വെള്ളില്ലാണ്ട് ഇതില്ലാണ്ട് നല്ല വെച്ച് ചെയ്തിട്ടുള്ള നല്ല ഇതൊക്കെ 12 രൂപ. ഫുള്ള് മഴയാണ്. മറ്റേ ചോര് തന്നെയുള്ള KR ഫർണിച്ചേഴ്സിലാണ്. അപ്പൊ നമ്മള് ഫ്ലാറ്റിന് വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് ആയിട്ട് കുഞ്ഞി ക്യൂട്ട് എപ്ലി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് KRൽ ഒരു സ്പെഷ്യൽ പീസ് ഇങ്ങനെ കിടക്കണ കണ്ടത്. അപ്പം ഇതേണ്ട ഒരു ചെറിയൊരു സോഫ അത്രയല്ലേ ഇപ്പൊ തോന്നുന്നുള്ളൂ. അപ്പൊ ഇതിനൊരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഇതാണ് സംഭവം. അപ്പൊ ഇത് ക്യൂട്ടല്ലേ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഗസ്റ്റ് റൂമിൽ ഇത് ഇട്ടെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പോലെ സോഫ പോലെ ഇടുന്നു. നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കണം. പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ തുറന്നു റെഡി. ഇങ്ങനത്തെ വേറൊരു പീസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് ഇവരുടെ ഡയറിയിൽ ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ഒരു ഇതിലുള്ളതാണ്, കാറ്റലോഗിലുള്ളതാണ്. പല കുഴപ്പമൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല ഹെവിയാണ്. ഒന്ന് കയറി നോക്കിക്കോളൂ. അതെ കേറാം അല്ലേ. കുട്ടികളുള്ള വീടായ കാരണം കയറി ഒന്ന് ടെസ്റ്റ് അടിക്കാന്ന് വിചാരിച്ചു. കാരണം പിള്ളേർ 2 ചാട്ടൊക്കെ ചാടേണ്ടതല്ലേ. അടിപൊളിയാണ് കേട്ടോ, ഒരു പ്രശ്നവുമില്ല. നല്ല സ്ട്രോങ് ആണ്. ഞാൻ വലിയ കാര്യത്തിലൊക്കെ നീറ്റ് എത്രയാന്ന് നോക്കാന്ന് വെച്ചിട്ട് എടുത്തപ്പോൾ അതേ പോയിട്ട് കയ്യിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം ഫുള്ള് സെറ്റപ്പാണ്. ആളുകാരും തരാൻ ഇവിടെ പ്ലേറ്റൊക്കെ വെച്ചിട്ട് അടച്ച് എല്ലാം എടുത്ത് വെച്ച് പിന്നെ വേറെ സ്ഥലത്തേക്ക് വെച്ച് പിള്ളേരെ കടിക്കുകയില്ല, കീറുകയില്ല. പൊട്ടയില്ല. സൂപ്പർ. ഇത് ട്രിനിറ്റി ചോറിൽ തന്നെയുള്ള ട്രിനിറ്റി എന്നുള്ള ഫർണിച്ചർ ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ അതെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് മുതലുള്ള സീറ്റായിട്ടുള്ള അതിലെ ഫർണിച്ചേഴ്സ് ഉണ്ട്.
ഇവിടെ ഒരു കുതിര വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ ഈ സോഫാസ് ഒക്കെ തന്നെ ഒരു 15,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സോഫാസ് ഉണ്ട്. എല്ലാം നല്ല രസമുണ്ട്. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ താഴ്ഭാഗം അതിന്റെ ഭംഗിയൊന്നും കാണില്ല. പുറത്തുനിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ എല്ലാം ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ കണ്ടോ? ഇതൊരു ഡിഫറെന്റ് ഒരു സാധനമാണ് ഇതൊക്കെ. ഓക്കെ, ചൊവ്വൂരിനെ പറ്റിയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 200ഓളം കൊല്ലങ്ങളായിട്ട് ഈ ഗ്രാമത്തിൽ ആശാരിപ്പണി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ 2 ചർച്ച് ഉണ്ട്, വലിയ പള്ളി, ചെറിയ കപ്പേള. ഇതിനെ രണ്ടിനെയും പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഒരു കുടുംബക്കാരെ, ആശാരി കുടുംബക്കാരെ നിയമിക്കുകയായിരുന്നു. പിന്നെ അവരുടെ പണിയുടെ മികവ് കണ്ടപ്പോഴത്തേക്കും ഈ ബ്രിട്ടീഷുകാരും ഓരോരോ പടങ്ങൾ കൊണ്ടേ കാണിക്കും. ഈ ഫർണിച്ചർ ഉണ്ടാക്കിയത്, ആ ഫർണിച്ചർ ഉണ്ടാക്കിയത് എന്നൊക്കെ കണ്ട ഓരോ ഫോട്ടോ കാണിക്കും. അതൊക്കെ ഈ ഫാമിലി പണിത് കൊടുക്കും. അപ്പം അതിൻ്റെ ഒരു ഡിമാൻഡ് കണ്ട് നമ്മുടെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഈ തൊഴിലിലേക്ക് വരിക. ആശാരിപ്പണിയാണ് അവരുടെ എല്ലാം. ഓരോ കുടുംബത്തിലും ഓരോ വീട്ടിലും ഒരു ആശാരിപ്പണി ഷെഡും ഉണ്ടാവും, ഫ്രണ്ടില് ഷോപ്പും ഉണ്ടാവും. ഇവിടുത്തെ ഒരു രീതി അതാണ്. 100-200ഓളം കുടുംബങ്ങളുണ്ട് ഇന്ന് ആശാരിപ്പണിയിൽ, അതായത് ഈ ഫർണിച്ചർ ബിസിനസിന്റെ ഇതിലേക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വരുന്ന കസ്റ്റമർ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഫർണിച്ചർ വില കുറവില് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഇവിടുന്ന് കിട്ടുന്ന ഫർണിച്ചറുകളാണ്. അപ്പൊ നമ്മള് വുഡൊക്കെ ഇവിടുന്ന് അധികം വർക്ക് ചെയ്യുന്നത് തേക്ക്, ഈട്ടി, മകനി എന്ന തടികളിൽ അതിവിദഗ്ധ ആശാരിമാരുടെ മേൽനോട്ടത്തിൽ വളരെ സൂക്ഷ്മതയോടെ വർക്ക് ചെയ്തിട്ട് നല്ല ക്വാളിറ്റിയിൽ നല്ല വില കുറവിലും നിൽക്കുന്നു. ഇവിടെ തന്നെയാണ് പണിശാലകളൊക്കെ. ഇവിടുത്തെ ഈ ചോറ് പറഞ്ഞ ഫർണിച്ചർ ഗ്രാമമാണ്. ഇവിടെ ഏകദേശം ഒരു 10-200ഓളം ഷോറൂമുകളും 10-500ഓളം വർഷാക്കൾ കൂടിയിട്ട് ഒരു 2,000-3,000 തൊഴിലാളി ഈ ഏരിയയിൽ വർക്ക് ചെയ്ത് ജീവിക്കുന്നുണ്ട്. മാത്രവുമല്ല ഒരു 10-15 സോമിലോളം മരം കട്ടിയ സോമിലോളം വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൊത്തുപണികളും എല്ലാം ഇവിടെ തന്നെയാണ്. എല്ലാ വർക്കുകളും ഇവിടെ കൊത്തുപണി, അതുപോലെ ഗുരുവർക്ക് എല്ലാം ഒക്കെ ഇവിടെ തന്നെ അതാത് വർക്ക്ഷോപ്പിൽ ഇതെല്ലാവരും പോളിഷിങ്ങും എല്ലാം ചെയ്യും.